Coming to the second part of discussion, now let's see different techniques in order to conduct a classroom discussion. The first thing is there should be proper planning for conducting a successful classroom discussion. Here, concerned with selection of apt topics, formulation of objectives and setting guidelines. So, ഒരു ഡിസ്കഷന് പറ്റിയ ഒരു ടോപ്പിക്ക് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഈ ഡിസ്കഷനിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കണമെന്ന് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്യണം ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഇൻ പ്ലാനിങ് വേർ യു ഹാവ് ടു ചൂസ് ആപ്റ്റ് ടോപ്പിക്സ്, formulation of objectives and setting guidelines. The preferred topics for discussion may be controversial issues like ethical and legal issues like professional status of nursing, recent challenges, trends and developments in nursing or curriculum related issues. So ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാവുന്നത്. ഒന്നെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ റീസെൻറ്റ് ചലഞ്ചസോ ട്രെൻഡ്സോ ഡെവലപ്മെൻറ്റ്സോ ഒക്കെ ആവാം, അല്ലെങ്കിൽ കരിക്കുലം റിലേറ്റഡ് ഇഷ്യൂസ് ആവാം. To arouse students' interest, preference should be given to topics related to experience. So whenever discussions are conducted, people would like to share or talk about their പേഴ്സണൽ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അവർക്ക് തൊട്ടറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയാൻ ഇഷ്ടപ്പെടുക അല്ലേ. അല്ലെങ്കിൽ വളരെ അബ്രാക്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ വെക്കുകയാണ്, ലൈക്ക് ഗാലക്സി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്സിലുള്ള ഫ്യൂ ഐഡിയാസ് മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അതത്ര ഇൻട്രസ്റ്റിംഗ് ആവില്ല. So in order to arouse the students' interest, always go for a familiar topic where people can share their own experiences. Discussion should be arranged in a conducive environment at a convenient time. So എപ്പോഴും ക്ലാസ് റൂം സെറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി കൺഡ്യൂസീവ്. ലൗഡ് നോയ്സസ് ഒന്നും പാടില്ല, ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി അറ്റ് എ കൺവീനിയൻറ്റ് ടൈം. ദ റൂം ഷുഡ് ബി വെൽ വെന്റിലേറ്റഡ്. It should be spacious with chairs arranged in a way to limit the barriers and promote communication. So well ventilated ആയിരിക്കണം, സ്പേഷ്യസ് ആയിരിക്കണം. ഡിസ്കഷന് പറ്റിയ രീതിയിൽ പ്രോപ്പറായിട്ട് ഫേർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം വേണം ഡിസ്കഷൻസ് നടത്താനായിട്ട്. എൻവയൺമെൻറ്റ് ഷുഡ് ബി നോൺ ത്രെട്ടനിങ് ടു ദ സ്റ്റുഡൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്ക് ഒരു സൈക്യാട്രി മാം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സന്ധ്യ ഗുപ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മളുടെ ഡി അഡിക്ഷനെ കുറിച്ചൊക്കെ ബുക്സൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പല മെഡിക്കൽ സ്റ്റുഡൻസ് വരെ പുള്ളിക്കാരിയുടെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അത്രയും നോളജബിൾ ആയിട്ടുള്ളൊരു മാമാണ്. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. അപ്പോൾ പുള്ളിക്കാരി ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ ഞങ്ങൾ ആരും മിണ്ടില്ല. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ്. ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. സോ അങ്ങനെ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ കഴിവതും ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒഴിവാക്കുക. because that won't be successful. It should be always conducted in a non-threatening manner. Whenever discussions pertaining to clinical problems are conducted, it is advisable to invite nursing staff experienced in the concerned topic to guide the discussion. So പലപ്പോഴും ക്ലിനിക്കൽ ഏരിയ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനെക്കാളും എക്സ്പേർട്സ് ആയിട്ട് അത് ഡെയിലി ചെയ്യുന്ന ആൾക്കാരാവും അല്ലേ. സോ അങ്ങനത്തെ ഡിസ്കഷൻസ് നടത്തുമ്പോൾ അത് ഡെയിലി ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫിനെ കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം. So the next part is preparing students for discussion. First was proper planning. Planning ni shesham you have to prepare the students for discussion. So here, to make group discussion successful, there should be proper preparations from the side of the students, and preparation should start 1 or 2 weeks before the date of discussion. So ഒരു ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് ബുക്സ് ഒന്നും വായിക്കാനായിട്ടുള്ള സമയം കിട്ടില്ല, പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. സോ ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. നേരത്തെ കൂട്ടി സമയവും ടോപ്പിക്കും ഒക്കെ പറഞ്ഞ് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കണം. ആൻഡ് ഐഡിയലി 1 to 2 weeks before it should be notified to the students. The students cannot attend a discussion blindly, and that is why you have to prepare the students for discussion. The teacher can prepare the students by various measures, and this include
providing basic information related to the topic to be discussed by means of an introductory lecture. സോ ആദ്യമേ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു ബ്രീഫിംഗ് ഔട്ട് ഒരു ലെക്ചർ വഴി കൊടുക്കാം. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് വുഡ് ബി അക്വൈൻറ്റഡ് വിത്ത് ദ ടോപ്പിക്, ഹെൽപ്പിംഗ് ദം ടു അക്വയർ നോളജ് ത്രൂ ദെയർ ഓൺ എഫേർട്ട് by giving them references or introducing to the experts. So ആ ഒരു ഇൻട്രഡക്ടറി ലെക്ചറിന് ശേഷം അവരെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ അനുവദിക്കുക. ആ ഒരു ടൈമിൽ യു ക്യാൻ ഗിവ് റെഫറൻസസ്, ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ജേർണലാണ് റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് എക്സ്പേർട്ടിനെയാണ് മീറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാം. ക്ലിയർലി സ്റ്റേറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് ദ ഡിസ്കഷൻ. ഈ ഒരു ഡിസ്കഷനിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം. ക്ലാരിഫൈയിങ് ദ റോൾ ഓഫ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് സ്റ്റുഡൻറ് ലീഡേഴ്സ്. സോ എന്തൊക്കെയാണ് ഒരു ടീച്ചറിൻ്റെ റോൾ ഈ ഒരു ഡിസ്കഷനിൽ, സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് റോൾസ്, അതുപോലെ തന്നെ ടീം ലീഡറിൻ്റെ റോൾ എന്താണ്, ഇതൊക്കെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് വിൽ ബി അക്വൈൻറ്റഡ് വിത്ത് ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. The teacher's role is limited and main role is played by the students, as you all know in discussion. After few sessions under close supervision, student leaders can be allowed to act as chairpersons. So initially teacher ആയിരിക്കും ഈ ഒരു ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ 1-2 സെഷൻസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻറ് ലീഡേഴ്സ് കേപ്പബിൾ ആണ് എന്ന് തോന്നുന്ന സമയത്ത് you can hand over the discussion session to them. If subgroups are present, the role of group leader is to be specified. Clarifying rules will help the students to act accordingly. സോ ഒരു ഗ്രൂപ്പിൽ തന്നെ പല പല ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ് ലീഡറിനായിരിക്കും. അത് നേരത്തെ കൂട്ടി പറഞ്ഞു കൊടുക്കണം. ആൻഡ് വെനെവർ യു ക്ലാരിഫൈ ദ റോൾസ് ക്ലിയർലി ടു ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ആക്ട് അക്കോർഡിംഗ്ലി. So that was about the first two techniques. The first was proper planning. The second was preparing the students. Now let's see how to guide a discussion. The teacher has to open the discussion with a keynote address. So always the discussion is to be opened, അല്ലെങ്കിൽ അതിനെ തുടങ്ങേണ്ടത് ഒരു ടീച്ചറിൻ്റെ കീ നോട്ട് വഴി അല്ലെങ്കിൽ ഒരു ബ്രീഫ് സമ്മറി വഴിയായിരിക്കണം. In this, she has to give a brief introduction regarding the topic of discussion and dictate the objectives and guidelines. So in this session, the teacher will have to introduce what is the topic, what is the concerned area which people have to discuss, what is the rule and regulations, what are the objectives of this particular discussion. ഇത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കണം. After the keynote address, the teacher has to invite students to express their ideas and viewpoints. So once this introductory session is over, you can invite the students one by one in order to express their own ideas. Once the students actively involved in the discussion, the teacher has to assume the role of a leader. So ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പതിയെ മാറി ടീച്ചർ ഒരു ലീഡറിനെ പോലെയാണ് ആക്ട് ചെയ്യേണ്ടത്. ആ ഒരു പ്രോസസ്സിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. One student with good writing skills should be entrusted to record the proceedings. So the entire group discussion is to be recorded, or it is to be written for final conclusion. So one student who is having good writing skills and good handwriting, legible handwriting, should be invited in order to record the thing. Teacher has to ensure that the participation of all students by controlling over talkies and motivating passive students to speak. So പലപ്പോഴും ഡിസ്കഷൻ നടത്തുമ്പോൾ നല്ലപോലെ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും ആ ഒരു ഡിസ്കഷനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. അങ്ങനെ കണ്ട മാതിരി സംസാരിക്കുന്ന ആൾക്കാരെ ഒന്ന് ക്വയറ്റ് ആക്കാനും അതുപോലെ തന്നെ മിണ്ടാതിരിക്കുന്ന മിണ്ടാപ്പൂച്ചകൾക്ക് ഒരു അവസരം കൊടുക്കാനായിട്ടും ടീച്ചർ ശ്രദ്ധിക്കണം.